പ്രൈസ് ദ നെയിം ഓഫ് ലോർഡ്. ദൈവത്തിൻ്റെ വിശുദ്ധ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ നൊയമ്പിൻ്റെ 41 ദിവസം എത്തി നിൽക്കുമ്പോൾ നാം സഭയായി ചിന്തിക്കുന്ന വിഷയം പരീക്ഷയും പ്രലോഭനവും, ടെസ്റ്റിംഗ് ആൻഡ് ടെംപ്ടേഷൻ എന്നതിനെക്കുറിച്ചാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നാം അതിന് ആധാരമായി ചിന്തിക്കുന്നത്. 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. അവിടെ യേശു കർത്താവ് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. 40 ദിവസത്തെ ഉപവാസം എന്നത് 40 വർഷത്തെ ഇസ്രായേൽ മക്കളുടെ മരുഭൂമിയിലെ പ്രയാണവും മരുഭൂമിയിൽ ദൈവം അവർക്ക് കൊടുത്ത പരീക്ഷണങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു എന്നതാണ് എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ ആവർത്തന പുസ്തകം 8-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു. ഇവിടെ നാം ചിന്തിക്കുന്ന വിഷയം പരീക്ഷയും പ്രലോഭനവും എന്നതാണ്. പരീക്ഷ ദൈവം തൻ്റെ മക്കൾക്ക് കൊടുക്കുമ്പോൾ, പ്രലോഭനം പിശാചിനാൽ നൽകപ്പെടുന്നു. പിശാച് നമ്മെ പ്രലോഭിപ്പിക്കുന്നു, ദൈവം നമ്മെ പരീക്ഷിക്കുന്നു. പരീക്ഷ ജയിക്കുന്ന മനുഷ്യൻ ദൈവത്താൽ ജീവൻ്റെ കിരീടം പ്രതിഫലമായി ദൈവം നമുക്ക് ദാനമായി നൽകുന്നു. എന്നാൽ പ്രലോഭനത്തിൽ അകപ്പെടുമ്പോൾ, പിശാചിൻ്റെ പ്രലോഭനങ്ങളിൽ നാം അകപ്പെടുമ്പോൾ, ജീവിതം എന്നേക്കുമായി തകരുവാൻ ഇടയാകുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇയ്യോബിൻ്റെ ചിത്രം നാം പരിശോധിച്ചാൽ, പിശാച് അവനെ പ്രലോഭിപ്പിച്ചു, ദൈവം അവനെ പരീക്ഷിച്ചു. എന്നാൽ ഇയ്യോബ് ദൈവത്തിൻ്റെ പരീക്ഷ ജയിക്കുകയും പിശാചിൻ്റെ പ്രലോഭനങ്ങളെ തട്ടിക്കളയുകയും ചെയ്തു. ദൈവത്തിൻ്റെ പരീക്ഷ ജയിച്ചതുകൊണ്ട് ദൈവം അവന് മുൻപത്തേക്കാൾ ഇരട്ടിയായി പകരം കൊടുത്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. ആദ്യ പ്രലോഭനം പിശാചിനാൽ നേരിട്ടത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഹൗവയെയും ആദമിനെയും കുറിച്ചാണ്. അവിടെ ഹൗവ പിശാചിനാൽ പ്രലോഭിക്കപ്പെട്ടു, ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തായതായി നമുക്ക് കാണുവാൻ സാധിക്കും. പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ യേശു കർത്താവ് തൻ്റെ വചനങ്ങളിലൂടെ തന്നെ പിശാചിനെ തന്നിൽ നിന്നും ഓടിക്കുന്നതായി, തന്നിൽ നിന്നും അകറ്റി നിർത്തുന്നതായി നമുക്ക് ഈ വേദഭാഗങ്ങളിൽ വായിച്ചാൽ മനസ്സിലാകും. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു: മൺപാത്രങ്ങളിലെ നിധികളാണ് നാം. ഏതു നിമിഷവും പ്രലോഭനങ്ങളിലും പരീക്ഷണങ്ങളിലും അകപ്പെടാം. ഉടയാതെ നമ്മെ തന്നെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ, പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിപ്പാൻ, പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ. ഈ നൊയമ്പ് കാലം എല്ലാവരെയും ശക്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദ നെയിം ഓഫ് ലോർഡ്.